ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കായി മലപ്പുറം മഅ്ദിൻ അക്കാദമി സംഘടിപ്പിച്ച 26ാമത് സംസ്ഥാനതല ഏകദിന ഹജ്ജ് ക്യാമ്പിന് സമാപനമായി. സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമായി ആയിരങ്ങളാണ് ക്യാമ്പിലെത്തിയത്. മഅ്ദിൻ ക്യാമ്പസിൽ വെച്ചായിരുന്നു ക്യാമ്പ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. മഅ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി അധ്യക്ഷനായി. മാനസികമായി തളർന്നു പോകും. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടി ഭരണകൂടം അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണണമെന്ന് ഭരണകൂടത്തോട് ഈ ഹജ്ജ് ക്യാമ്പ് ആവശ്യപ്പെടുകയാണ്. മക്കയിലും മദീനയിലും എത്തിയാൽ 15 സ്ഥലങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ആ 15 സ്ഥലങ്ങളുടെയും ചരിത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ സ്ഥലത്തിനും വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ കാണുന്ന ഇബ്രാഹിം മഖാം. ഈ ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിന്ന് എന്താണോ ചോദിക്കുന്നത് ആ നിമിഷം ഉത്തരം ലഭിക്കുന്നതാണ്. സ്വകാര്യ ഗ്രൂപ്പ് ഹാജിമാരുടെ ആശങ്കകൾ പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും സത്വര നടപടികളുണ്ടാകണമെന്ന് മഅ്ദിൻ ചെയർമാൻ പറഞ്ഞു. പ്രമുഖ ഹജ്ജ് പണ്ഡിതൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ക്ലാസ് നയിച്ചു. മാതൃകാ കഅബയുടെ സഹായത്തോടെയുള്ള അവതരണം ഹാജിമാർക്ക് ഏറെ ഉപകാരപ്രദമായി. സംസ്ഥാന സെക്രട്ടറി ഇബ്രാഹിം ബാഗവി മേൽമുറി സംശയ നിവാരണത്തിന് നേതൃത്വം നൽകി. സയ്യിദ് മുഹമ്മദ് ഫാറൂഖ് ജമലുല്ലൈലി, സയ്യിദ് സ്വാലിഹ് ഖാസിം അൽ ഐദ്രൂസി, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ MS അനസ് ഹാജി, അഡ്വക്കേറ്റ് മൊയ്തീൻകുട്ടി, PT അക്ബർ, അഷ്കർ കോറാട്, ഹജ്ജ് കമ്മിറ്റി സംസ്ഥാന ട്രെയിനിംഗ് ഓർഗനൈസർ PP മുജീബ് റഹ്മാൻ വടക്കേമണ്ണ, ഡോക്ടർ ദാഹർ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സർക്കാർ ഹജ്ജ് കമ്മിറ്റി മുഖേനയും സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിമാരാണ് ക്യാമ്പിൽ സംബന്ധിച്ചത്. പങ്കെടുത്ത ഹാജിമാർക്ക് സൗജന്യ ഹജ്ജ് കിറ്റും കൈമാറി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.